അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 210. അഗ്നിയും ജ്വാലയും ഇന്ന് മംഗലത്തൂന്ന് തിരികെ പോവുകയാണ്. കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം തിരികെ ബാഗിലേക്ക് വെക്കുമ്പോൾ ജ്വാലയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവിടം തൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെന്നതൊഴിച്ചാൽ അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാതിരുന്നവൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും അഗ്നി പറഞ്ഞതുപോലെ ഇനിയും ഇങ്ങോട്ട് വരാമല്ലോ എന്നൊരു ചിന്തയോടെ മനസ്സിലെ നേരിയ സങ്കടം പോലും അവൾ മായ്ച്ചു കളയാൻ ശ്രമിച്ചു. അഗ്നി അവളോട് റെഡിയാവാൻ പറഞ്ഞേൽപ്പിച്ച് പുറത്തേക്കൊന്ന് പോയേക്കാണ്. ജ്വാലയുടെ പേരിലുള്ള സ്ഥാപനങ്ങളെല്ലാം നോക്കി നടത്താൻ അത്രയും വിശ്വാസമുള്ളവരെ തന്നെയാണ് അഗ്നി നിർത്തിയിരിക്കുന്നത്. എങ്കിലും ഇടയ്ക്ക് അവിടെയെല്ലാം ഒന്ന് പോയി നോക്കണം. അങ്ങനെ ഇട്ടെറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. രണ്ടു മനുഷ്യരുടെ കഷ്ടപ്പാടല്ലേ, അത് അഗ്നിക്കല്ലാതെ ആർക്കും മനസ്സിലാവും. ഇതിനിടയിൽ ഒരു ദിവസം അവൻ ജ്വാലയെ കൂട്ടി അവിടെയെല്ലാം പോയിരുന്നു. സമയം വൈകുന്നേരമായിട്ടുണ്ട്. ജ്വാല റെഡിയായി ഉമ്മറത്ത് അഗ്നിയെ കാത്തിരിക്കുകയാണ്. ആ സമയം തന്നെയാണ് അഗ്നിയുടെ കാർ അങ്ങോട്ട് വന്ന് നിന്നത്. ജ്വാല നേർത്തൊരു പുഞ്ചിരിയോടെ തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ ജ്വാലയെ കണ്ട അഗ്നിയുടെ നെറ്റി സംശയത്താൽ ചുരുങ്ങി. അവൾ ഒരു കസവിന്റെ ധാവണിയാണ് ഉടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുളി കഴിഞ്ഞതുപോലെ നനവാർന്ന തലമുടി കുളിപ്പിന്നൽ ഇട്ടിട്ടുണ്ട്. അഗ്നി അകത്തേക്ക് കയറി. ഇതെന്താ നീ ഈ വേഷത്തില്? വീട്ടിലേക്ക് ഇങ്ങനെയാണോ വരാൻ പോകുന്നത്? അതിനിപ്പോ എന്താ, ഈ ഡ്രസ്സ് ഭംഗിയില്ലേ? ജ്വാല പുരികമുയർത്തി. ഏയ് ഒന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. നീ അങ്ങനെ ധാവണിയൊന്നും എടുക്കാറില്ലല്ലോ ഇപ്പോ, അതുകൊണ്ട് ചോദിച്ചതാ. അഗ്നി പറഞ്ഞു. അത് നമ്മളെന്തായാലും ഒന്ന് തിരികെ പോവല്ലേ ദേവേട്ടാ. അപ്പൊ എനിക്ക് ഇവിടത്തെ ക്ഷേത്രത്തിലേക്ക് ഒന്നുകൂടി പോണമെന്നൊരാഗ്രഹം. പെട്ടെന്ന് പോയിട്ട് വരാന്നേ. ജ്വാല അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു. അഗ്നി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതാണോ? എങ്കിൽ ശരി, പോയേക്കാ. നമ്മളിങ്ങോട്ട് വന്നതിന്റെ 2ാമത്തെ ദിവസം പോയതല്ലേ ഉള്ളൂ അങ്ങോട്ട്. ഒന്നുകൂടി പോയി സംസാരിച്ചിട്ട് വന്നേക്കാ അല്ലേ? കുറുമ്പോട് അവളുടെ മൂക്കിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് അഗ്നി അകത്തേക്ക് നടന്നു. പെട്ടെന്ന് കുളിച്ചിട്ട് വരണേ ദേവേട്ടാ. ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ബെഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. ജ്വാല അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആ കുഞ്ഞാ, വേഗം വരാ. അവന്റെ ശബ്ദവും അകത്തുനിന്ന് ജ്വാല കേട്ടു. അവളൊരു പുഞ്ചിരിയോടെ നേരെ കുളത്തിനടുത്തേക്ക് നടന്നു. അവിടെ പോയി നിൽക്കുമ്പോൾ ഇത്തവണ തറവാട്ടിലേക്ക് അഗ്നിയുമായിട്ട് വന്ന ആദ്യത്തെ ദിവസം അവളുടെ ഓർമ്മകളിലേക്ക് ഇരച്ചെത്തി. അതിന്റെ ഫലമായി ആ മുഖം ഒന്ന് തൊടുത്തു. സുരഭിയച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ടതിന് ശേഷം പേടിയുള്ള സ്ഥലമായിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ ഇവിടെയും നല്ല ഓർമ്മകൾ മാത്രം. നാണം കലർന്ന അവളുടെ മുഖത്ത് വല്ലാതെ ചിരിവിരിഞ്ഞു പോയി. പാദങ്ങൾ വെറുതെ വെള്ളത്തിലൊന്ന് നനച്ചുകൊണ്ട് ജ്വാല മുകളിലേക്ക് തന്നെ നടന്നു. അവിടെ നിന്ന് നേരെ പോയത് സീതയുടെയും ഭദ്രന്റെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറയ്ക്ക് മുന്നിലേക്കായിരുന്നു. അവിടെ വെച്ചിട്ടുള്ള തീപ്പെട്ടിയെടുത്ത് 4 പേർക്ക് മുന്നിലും വിളക്ക് കത്തിച്ച് മനസ്സുകൊണ്ട് അവൾ യാത്ര പറഞ്ഞു. ആ വിളക്കിനെ അണയ്ക്കാതെ അവളെ പുലുകിക്കൊണ്ട് കടന്നുപോയ ആ കാറ്റും സന്തോഷത്തിൽ തന്നെയായിരുന്നു. തങ്ങളുടെ മകളുടെ ജീവിതം സന്തോഷത്തോടെ ആണെന്ന് ആ ആത്മാക്കൾ നിറഞ്ഞ മനസ്സോടെ കണ്ടു. അവരോട് യാത്ര പറഞ്ഞ് അവൾ തിരികെ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ ആ 4 പേരും നിറഞ്ഞ ചിരിയോടെ അവരുടെ മുത്തിനെ നോക്കുന്നുണ്ടായിരുന്നു. അഗ്നി ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മുറ്റത്തേക്ക് വിജയേട്ടൻ നടന്നു വരുന്നുണ്ടായിരുന്നു. ജ്വാല അയാളെ നോക്കി നിറഞ്ഞു ചിരിച്ചു. അഗ്നി അപ്പോഴേക്കും വാതിലെല്ലാം അടച്ച് പൂട്ടാൻ തുടങ്ങിയിരുന്നു. പൂവാണല്ലേ മോളെ? വിജയേട്ടൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. ഇതിനിടയിൽ ആളുമായിട്ടും ജ്വാല പരിചയത്തിലായിരുന്നു. അതെ, പൂവാ, ഇടയ്ക്ക് വരാം. എൻ്റെ അച്ഛയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഇത്രയും കാലം നോക്കിയതുപോലെ തന്നെ ഇനിയും നോക്കിയേക്കണേ. അവൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അവിടെയൊന്നും വിളക്ക് തെളിയിക്കാറുണ്ടെന്ന് അഗ്നി പറഞ്ഞ് ജ്വാലയ്ക്ക് അറിയാം. എങ്കിലും അവളുടെ സങ്കടം അവളായി തന്നെ അയാളെ അറിയിച്ചു എന്ന് മാത്രം. അദ്ദേഹം അവളുടെ തലമുടിയിൽ ഒന്ന് തഴുകി. സന്തോഷമായിട്ട് പോയി വാ കുട്ടിയെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും എന്നും കാവലായിട്ട്, അയാൾ ആത്മാർത്ഥമായി പറഞ്ഞു. ജ്വാലയുടെ മനസ്സ് നിറഞ്ഞ് ഒരു പുഞ്ചിരി വന്നു. അഗ്നി ഡോറെല്ലാം പൂട്ടിക്കഴിയുമ്പോഴേക്കും വിജയേട്ടനും ജ്വാലയും കൂടി ബാഗെല്ലാം എടുത്ത് അഗ്നിയുടെ കാറിലേക്ക് വെച്ചിരുന്നു. അഗ്നി അയാളെ നോക്കി പുഞ്ചിരിയോടെ കയ്യിലെ താക്കോൽ അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും പറയാ വിജയേട്ടാ, വീടെപ്പോഴും വൃത്തിയാക്കിയിടണം. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം കുഞ്ഞെ. അയാൾ തികഞ്ഞ വിനയത്തിൽ താക്കോൽ മുറുകെ പിടിച്ചു. അഗ്നി അയാൾക്ക് നേരെ കുറച്ചധികം നോട്ടുകെട്ടുകൾ വെച്ച് നീട്ടി. അയ്യോ, ഇതെന്തിനാ കുഞ്ഞെ? ഈ മാസത്തെ ശമ്പളം തന്നതാണല്ലോ. വെപ്രാളത്തോടെ വിജയേട്ടൻ കൈ പുറകോട്ട് വലിച്ചു. ജ്വാല ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു. ആയിക്കോട്ടെ, ഇതിപ്പോ വിജയേട്ടന്റെ മോളുടെ പ്രസവമൊക്കെ അടുത്തില്ലേ, അതിലേക്ക് എടുത്തോളൂ. ഇത് ശമ്പളത്തിൽ കൂട്ടണ്ട. അഗ്നി സ്നേഹത്തോടെ പറഞ്ഞു. അയാളുടെ കണ്ണൊന്ന് നനഞ്ഞത് കണ്ടതും അഗ്നി ആ കയ്യിൽ പണം ബലമായി വെച്ചുകൊടുത്ത് അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചുവിട്ടു. അയാളോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ഇരുവരും കാറിലേക്ക് കയറി. അഗ്നി കാറ് തിരിച്ചു. ജ്വാല പുറകിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരിക്കൽ കൂടി ആ തറവാട്ടിലേക്ക്, പിന്നെ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക്. അങ്ങനെ നീണ്ടുപോയി അവളുടെ കണ്ണുകൾ. കാർ അവിടം കടന്നു പോയതും ഒരു നെടുവീർപ്പോടെ ജ്വാല സീറ്റിലേക്ക് ചാരിയിരുന്നു. അഗ്നി അവളെ ഒന്ന് നോക്കി. അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സ്.
മടിയിൽ വെച്ചിരിക്കുന്ന ജ്വാലയുടെ കൈ പിടിച്ചെടുത്ത് അഗ്നി ഇടത് കൈയാൽ ആ കൈകളെ കോർത്തു പിടിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. ഡ്രൈവിംഗിലാണ് അവന്റെ ശ്രദ്ധ മുഴുവൻ. പക്ഷേ കൈകളിൽ മുറുകെയുള്ള ആ പിടുത്തം അത് തനിക്കുള്ള ഒരു സാന്ത്വനിപ്പിക്കലാണെന്ന് ജ്വാലയ്ക്ക് അറിയാം. ഉള്ളിൽ വീണ തണുപ്പോടെ അവൾ അവന്റെ ഷോൾഡറിലേക്ക് കവിളമർത്തിയിരുന്നു. അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി മിന്നിപ്പോയി. അതേ ചിരിയോടെ അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ അമർത്തി. തനിക്ക് ഏറെ പ്രിയപ്പെട്ട കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഇത്തവണ പറയാൻ പരിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തനിക്കാരെ ഇല്ലാതാക്കിയില്ലെന്നൊരു പരാതി അവളിൽ നിന്ന് വരേണ്ടതാണ്. പക്ഷേ താൻ തനിച്ചല്ല. തന്റെ ഹൃദയമിടിപ്പൊന്ന് തെറ്റിയാൽ പോലും അത് തിരിച്ചറിയുന്ന ഒരുവൻ ഇന്ന് അരികിലുണ്ടെന്ന് ജ്വാലയ്ക്കറിയാം. ശാന്തമായ മനസ്സോടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അഗ്നി അവളുടെ കൈകൾ കോർത്തു പിടിച്ചിരുന്നു. അവളെ ആദ്യമായി കണ്ട ക്ഷേത്രവഴിയിലൂടെ അല്പനേരം അവൾക്കൊപ്പം നടക്കുമ്പോൾ മൗനത്തിലായിരുന്നു ഇരുവരും. എങ്കിലും മനസ്സുകൾ തമ്മിൽ അപ്പോഴും അടുത്തു തന്നെയിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ജ്വാലയുടെ മനസ്സൊരുപാട് ശാന്തമായിരുന്നു. പക്ഷേ അഗ്നിയുടെ മുഖം വല്ലാത്ത ഗൗരവത്തിലും. അന്ന് മംഗലത്തൂന്ന് പാതിക്ക് നിർത്തിവെച്ച പല കാര്യങ്ങളും ഇനി മുന്നോട്ട് നീക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അവന്റെ മനസ്സിൽ ചരണിനേക്കാൾ മുന്നേ കടന്നു വന്നത് രാജന്റെ മുഖമാണ്. ജ്വാലയുടെ അമ്മ സീതയെ പിച്ചി ചീന്തിയ പിശാചിന്റെ മുഖം. ഇത്രയും ദിവസം സമാധാനമായിട്ട് ജീവിച്ചില്ലേ ദേവരാജ നീ? പക്ഷെ ഇനി അങ്ങോട്ട് സമാധാനം എന്താന്ന് നീ അറിയിക്കില്ലേ ഈ അഗ്നിദേവ്? ഒന്നും മറന്നുകൊണ്ട് ഇവിടെ നിന്ന് ഒളിച്ചോടിയതല്ല ഞാൻ. എൻ്റെ കുഞ്ഞൻ്റെ കൂടെ കുറച്ച് നല്ല ദിവസങ്ങൾ, നല്ല ഓർമ്മകൾ, അവളുടെ സന്തോഷം, അതെല്ലാം എനിക്ക് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി മാത്രമായിരുന്നു ഈ മാറി നിൽക്കൽ പോലും. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് അഗ്നി തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ കുഞ്ഞിന് ഞാൻ കൊടുത്ത വാക്ക് അത് പാലിച്ചേ ഇനി ഈ കഥയ്ക്കൊരു അവസാനമുള്ളൂ. അഗ്നിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ദേവരാജനെ ഒന്നാകെ തകർത്തുകൊണ്ട് അയാളുടെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് അഗ്നി അവൻ്റെ കുഞ്ഞിന് വാക്ക് കൊടുത്തതുപോലെ രാജനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാൻ. അഗ്നിയുടെ കണ്ണിൽ തെളിഞ്ഞ ആ വന്യമായ ഭാവം അതാസമയം ജ്വാല കണ്ടിരുന്നില്ല. പക്ഷേ അവളെ തനിച്ചാക്കിയവർക്കുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെയായിരുന്നു ജ്വാലയുടെ ആഗ്രഹവും. അഗ്നിയും ജ്വാലയും ഇന്ന് കൗസ്തുഭത്തിലേക്ക് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഉമ്മറത്ത് തന്നെ അവരെ കാത്തിരിക്കുന്നുണ്ട്. പൊന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ജ്വാലയില്ലാതെ അല്പം വിഷമിച്ചെങ്കിലും അപ്പൂനോടൊരു കുറുമ്പ് കാണിച്ച് അവൾ സമയം കളഞ്ഞു. ചെക്കനായിട്ട് വെറുപ്പിക്കുകയാണ് അവളുടെ സ്ഥിരം പണി. മാത്രമല്ല മോഹനോടും ചിത്തുവിനോടും ഒന്നുകൂടി അടുക്കാൻ കൂടി പൊന്നുവിന് കിട്ടിയ അവസരമായിരുന്നു ഈ ദിവസങ്ങൾ. പൊന്നുവെന്ന കുറുമ്പിയെ കൂടുതൽ മനസ്സിലാക്കാൻ ചിത്തുവിനും മോഹനും കഴിഞ്ഞു. എങ്കിലും ഇന്ന് ജ്വാല വരുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നിലത്തൊന്നുമല്ല പെണ്ണ്. അത്രയും സന്തോഷത്തിലായിരുന്നു. ഇടയ്ക്കെല്ലാം അംബികയുടെ കോൾ അവളെ തേടി വരുമെങ്കിലും പൊന്നു കോൾ എടുക്കാറില്ല. എന്തോ അതിനു മാത്രം മനസ്സനുവദിക്കുന്നില്ല. അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അനുഭവിച്ചു തന്നെ മതിയാവണം. അതായിരുന്നു അവൾ കരുതിയിരുന്നത്. എങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും എല്ലാം ഓർക്കുമ്പോൾ അവളുടെ കണ്ണ് നിറയാറുണ്ട്. പക്ഷേ ഒപ്പം വെറുപ്പും ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ എന്തെല്ലാമോ ചിന്തയോടെ തൂണിൽ തലചാരി വെച്ചിരിക്കുകയാണ് പൊന്നു. അവൾ ഈ ലോകത്തൊന്നും അല്ല എന്ന് അപ്പൂന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. അവളുടെ അരികിൽ തന്നെയാണ് അവനും ഇരിക്കുന്നത്. അപ്പു ഓപ്പോസിറ്റ് തിണ്ണയിലിരിക്കുന്ന മോഹനെ ചിത്തുവിനെ ഒന്ന് നോക്കി. രണ്ടാളും കാര്യമായി സംസാരത്തിലാണ്. അപ്പു ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ പതിയെ പൊന്നുവിനടുത്തേക്ക് നീങ്ങിയിരുന്നു. അപ്പോഴും പെണ്ണ് ഇതൊന്നും അറിയുന്നില്ല. അമ്മേ! പക്ഷെ അവന്റെ കൈകൾ കുറുമ്പോടെ അവളുടെ ഇടുപ്പിലായി ഒന്ന് അമർന്നതും ഞെട്ടലോടെ അവൾ ശബ്ദമുണ്ടാക്കി. മോഹനും ചിത്തു എന്തായെന്ന പോലെ വെപ്രാളത്തോടെ അവളെ നോക്കിയപ്പോൾ അതിനേക്കാൾ വെപ്രാളത്തിൽ എങ്ങോട്ട് ഓടണമെന്നറിയാതെ ഇരിക്കുന്ന അപ്പൂനെയാണ് കണ്ടത്. പൊന്നുവാണെങ്കിൽ അപ്പൂനെ മിഴിച്ചു നോക്കിയിരിക്കുന്നുണ്ട്. മോഹൻ അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി. എന്താടാ അവിടെ? അതച്ഛാ സ്വപ്നം. പൊന്നു സ്വപ്നം കണ്ടതാ, അവൻ പെട്ടെന്ന് പറഞ്ഞു. ആണോ മോളെ? ചിത്തുവാണത് ചോദിച്ചത്. പൊന്നു അപ്പൂനെ നോക്കി. അവന്റെ ദയനീയമായ നോട്ടം കണ്ടപ്പോൾ തന്നെ പൊന്നു അതേന്ന് തലയാട്ടി. അതിന് സ്വപ്നം കാണാൻ മോൾ ഉറങ്ങല്ലായിരുന്നല്ലോ? മോഹന് തന്റെ മകനെ അത്ര വിശ്വാസം പോരാത്തതുപോലെ ചൂഴ്ന്നു ചോദിക്കുന്നുണ്ട്. അപ്പു അയാളെ കൂർപ്പിച്ചൊന്ന് നോക്കി. അത് ഇവൾക്ക് ഉറങ്ങാതെ സ്വപ്നം കാണുന്ന ശീലുണ്ട്. അച്ഛനത് എന്തൊക്കെ അറിയണം? അപ്പു അയാളെ നോക്കി ദഹിപ്പിച്ചു. അല്ല, നീയാണെ അടുത്തിരിക്കുന്നേ, അപ്പു സംശയിക്കണം, അയാൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഈ തന്തയെ ഞാൻ! അപ്പു പിറുപിറുത്തു. തന്ത നിന്റെ അച്ഛൻ. ആ ചുണ്ടനക്കത്തിൽ നിന്ന് തന്നെ അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി മോഹൻ പെട്ടെന്ന് പറഞ്ഞു. അപ്പു അയാളെ മിഴിച്ചു നോക്കി. നിങ്ങളുടെ ചെവിക്ക് ഇത്ര പവറോ? അപ്പു ഇളിച്ചു. എൻ്റെ ചെവിക്ക് മാത്രമല്ല പവർ, കയ്യിനുണ്ട്. ഈ പ്രായത്തിൽ ഇനി അതും അറിയണോടാ മോനെ നിനക്ക്? അയാളൊരു താളത്തി ചോദിച്ചു. അപ്പു പെട്ടെന്ന് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. ആ എന്നാ അടങ്ങിയിരിക്കെ. അയാൾ പറഞ്ഞതും അപ്പു അനുസരണയോടെ തലയാട്ടി. ഇരുവരുടെയും സംസാരം കേട്ട് പൊന്നും ചിത്തുവും ചിരിയോടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് മിണ്ടാതിരുന്നേ മോഹനേട്ടാ, ചിത്തു മോഹനോട് നേർത്ത ചിരിയോടെ പറഞ്ഞതും അയാളൊന്നും മൂളി. പക്ഷെ ഒരു ശത്രുവിനെ നോക്കുന്നത് പോലെ മകനെ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ നല്ലൊരു ക്ലോസപ്പ് ചിരിയും തിരികെ കൊടുത്തു. അത് കണ്ട് മുഖം തിരിച്ച് വഴിയിലേക്ക് നോക്കിയിരുന്നു മോഹൻ. ചിരിയോടെ ചിത്തു. ഇരുവരുടെ നോട്ടം അങ്ങോട്ട് പോയതും പൊന്നു അപ്പൂനെ കൂർപ്പിച്ചൊന്ന് നോക്കി. കുറുമ്പോടെ അവൻ അവളോട് ചേർന്നിരുന്നു.
എന്താ അപ്പേട്ടേ കാണിക്കണേ? അച്ഛനും അമ്മയും എന്ത് കരുതി കാണും? പൊന്നു പതിയെ ചോദിച്ചു. എന്ത് കരുതാൻ? ഞാൻ എത്ര നേരമായി നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് നീ എന്നൊന്ന് മൈൻഡ് ചെയ്തോ? അതുകൊണ്ടല്ലേ. അതും തമാശയ്ക്ക് ചെയ്തതാ ഞാൻ. നിന്നോടാരാ നിലവിളിക്കാൻ പറഞ്ഞേ? അപ്പോ ഗൗരവത്തിലാണ്. അത് ഞാൻ വേറെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതാ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവളുടെ ശബ്ദം നേർത്തു. അപ്പു അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ ഓർത്തെ? ഒന്നുമില്ല അപ്പേട്ടാ. അവളുടെ തല താഴ്ന്നു. നിന്റെ വീട്ടുകാരെ കുറിച്ചാണോ? അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ അവനെ നോക്കി അതേന്ന് തലയാട്ടി. എന്തേ, കാണുന്നെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിയടോ, ഞാൻ കൊണ്ടുപൊക്കോളാ. എൻ്റെ ഏട്ടത്തിപ്പെണ്ണെ ദ്രോഹിച്ച അവരെയെല്ലാം എനിക്ക് വെറുപ്പാ. എന്ന് കരുതി നിന്റെ അച്ഛനെ അമ്മയെ നീയും വെറുക്കണമെന്നോ ഒരിക്കലും കാണരുതെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കവരെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ വിലക്കില്ല. അപ്പു സ്നേഹത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണൊന്നു കലങ്ങി. പതിയെ അവൾ അപ്പുവിന്റെ തോളിലേക്ക് തലചാരി വെച്ചു. അവന്റെ കയ്യിൽ കോർത്തു പിടിച്ചു. അപ്പു അവളെ തന്നെ നോക്കിയിരുന്നു. വേണ്ട അപ്പേട്ട, തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പേട്ടനെ പോലെ തന്നെ അവർ ചെയ്തതൊന്നും എനിക്കും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏട്ടൻ, വെറുപ്പ് എനിക്ക് അയാളെ. പക്ഷെ അമ്മ ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയാൽ അതൊരു അവസരമാക്കിയെടുത്ത് ഇങ്ങോട്ട് കയറി വരും. അവരൊരിക്കലും നന്നാവില്ല. ഇവിടെ വന്ന് എൻ്റെ ജ്വാലയെ കണ്ട, അവള് സന്തോഷത്തിലാണെന്ന് കണ്ട അവർക്കുള്ളിലെ വിഷം പിന്നെ പുറത്തേക്ക് വരും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ. വല്ലാതെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പേട്ടനോട് പറഞ്ഞോളാം. അങ്ങനെ പാടെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ എനിക്ക്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയായിപ്പോയില്ലേ. നേർത്തൊരു പുഞ്ചിരിയോടെ അവൾ അപ്പുവിനെ നോക്കി പറഞ്ഞു നിർത്തി. അവളുടെ കോർത്തു പിടിച്ച കൈകൾ പതിയെ ഉയർത്തി അപ്പു അതിൽ അമർത്തി ചുംബിച്ചു. പൊന്നു പിടപ്പോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. പൊന്നുവിൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു തണുപ്പ് പടർന്നു. വീണ്ടും അവൾ തൂണിലേക്ക് തലചാരി വെച്ചിരിക്കവേ ഇത്തവണ അപ്പു അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടതേയില്ല. എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടെന്ന് അവൻ അവളോട് പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നാ മനസ്സ് പൊന്നൂന് മനപ്പാടമാണ്. ചിത്തു അവരുടെ ഇരിപ്പ് കണ്ട് പതിയെ മോഹനെ തട്ടി വിളിച്ചു. അയാൾ എന്തായെന്ന പോലെ അവരെ നോക്കിയതും ചിത്തു മുന്നോട്ട് കണ്ണു കാണിച്ചു. മുന്നിലെ കാഴ്ചയിൽ മോഹന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ആനന്ദം നിറഞ്ഞു. അറിയാ, എൻ്റെ രണ്ടു മക്കളും അവർക്ക് ചേർന്നവരെ തന്നെയാ കണ്ടെത്തിയിരിക്കുന്നതെന്ന്. എന്തോ ആ കാഴ്ച ആ മാതാപിതാക്കളുടെ മനസ്സ് നിറച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴാണ് അഗ്നിയുടെ കാർ ഗേറ്റ് കടന്ന് കൗസ്തുഭത്തിലേക്ക് വന്നത്. 4 പേരും ജ്വാലയെ കാണാനെന്ന പോലെ പെട്ടെന്ന് തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. അഗ്നി ഡെയിലി അവിടെ വന്നു പോവാറുണ്ടെങ്കിലും ജ്വാലയെ അവർ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടത് വീഡിയോ കോളിലൂടെ മാത്രമായിരുന്നു. തുടരും.